ഹലോ മക്കളെ, എൻ്റെ കുട്ടികളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മളുടെ എക്സാം വിനാൻ്റെ SSLC ബാച്ചിൽ നിന്ന് 5000+ ഫുൾ A+കളാണ്, അല്ലെങ്കിൽ അത്രയും കുട്ടികൾക്കാണ് ഫുൾ A+ കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളുടെ +1 റിസൾട്ട് എന്ന് പറയുമ്പോൾ ഒരു മാർക്ക് പോലും പോകാത്ത ഇത്രയും മക്കളാണ്, അതായത് 520-ൽ 520 വാങ്ങിച്ചിട്ടുള്ള ഇത്രയും കുട്ടികളാണ് നമ്മളുടെ +1 ബാച്ചിലുള്ളത്. ഫുൾ A+ എന്നല്ല, ഫുൾ A+ൻ്റെ എണ്ണം കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കഴിയില്ല. ഇത് 519 കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ്, അതായത് 520-ൽ അവർക്ക് ഒരു മാർക്കാണ് പോയിട്ടുള്ളത്. ആൻഡ് 518 കിട്ടിയ ആൾക്കാരുടെ എണ്ണം, പിന്നെ 650+ ഫുൾ A+കൾ. അതായത് നിങ്ങളുടെ SSLCയേക്കാൾ ഒരു പടി ടഫായിട്ടുള്ള നമ്മളുടെ +1-ലെ നമ്മുടെ കുട്ടികളുടെ റിസൾട്ടാണ് മിസ്സിൻ്റെ ബാക്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതായത് നമ്മളുടെ ഇപ്പം ലക്ഷ്യ ബാച്ച് ആയാലും നമ്മളുടെ +1 ബാച്ച് ആയാലും നമ്മളുടെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ, എക്സാമിനറുടെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ ചിലപ്പോൾ പലരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല, നിന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമോ, നിനക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളോട് ചോദിച്ച ആൾക്കാരെ കൊണ്ട് ഞങ്ങൾക്കും ഇത് പറ്റും എന്ന് കാണിച്ചു കൊടുക്കാൻ നിങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാവരും നമ്മളുടെ എക്സാമിനർ കൂടെ ഉണ്ടാകും. അങ്ങനൊരു സ്വപ്നം എൻ്റെ മക്കൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ എക്സാമിനറിലെ നിങ്ങളുടെ സ്വന്തം ടീച്ചേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാം. കാരണം നിങ്ങളിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങളെങ്ങനെ പഠിപ്പിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ലക്ഷ്യ ബാച്ചിൽ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് എന്തിനാണ് മിസ് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേർക്ക് സ്കൂളൊക്കെ തുറന്നപ്പോഴാണ് അയ്യോ ഞാൻ പഠിച്ചു തുടങ്ങിയില്ലല്ലോ, അല്ലെങ്കിൽ ചിലപ്പോൾ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടായിരിക്കും പഠിക്കണം, ഫുൾ A+ വാങ്ങിക്കണം. അല്ലെങ്കിൽ കുറേ മക്കൾ, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ഓൾറെഡി നമ്മുടെ ലക്ഷ്യ ബാച്ച് ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചും കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ആ ബാച്ചുകളിലൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരൊക്കെ പഠിച്ചു തുടങ്ങുമ്പോഴായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, അയ്യോ ഞാനൊന്നും തുടങ്ങിയില്ലല്ലോ, എനിക്കും പഠിക്കണ്ടേന്നൊക്കെ. അപ്പോൾ നിങ്ങളും ലേറ്റ് ആയിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ 3rd ബാച്ച്. നമ്മളത് ജൂൺ 24 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ മിസ് ഇനി പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫുൾ A+ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. കാരണം ജൂൺ 24 നമ്മളുടെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്കിതേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, നമ്മളുടെ ഫസ്റ്റ് ബാച്ച് ഓൾറെഡി ഇപ്പോൾ 3rd ചാപ്റ്റേഴ്സ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ആൻഡ് സെക്കൻഡ് ബാച്ച് എന്ന് പറയുന്നത് ഇപ്പം 2nd ചാപ്റ്ററിൽ നിൽക്കുകയാണ്. രണ്ടാമത്തെ ബാച്ച് എല്ലാം തന്നെ 2ാമത്തെ ചാപ്റ്ററിൽ നിൽക്കുകയാണ്. ആൻഡ് ലാസ്റ്റ് വീക്ക് നമ്മളുടെ ഒരു ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന, അതായത് ജൂൺ 24 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ ബാച്ചും മിക്കവാറും ലാസ്റ്റ് ബാച്ച് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇപ്പോഴാണ് മിസ് എനിക്കൊരു ബോധം വന്നത്, അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ ആരും ലേറ്റ് ആയിട്ടില്ല, നിങ്ങൾക്ക് ഇപ്പോഴും അവസരമുണ്ട്. അപ്പോൾ ജൂൺ 24 എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് മൺഡേ ആണ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് മൺഡേ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫയറുണ്ട്, എനിക്ക് ഫുൾ A+ വാങ്ങിക്കണം, അല്ലെങ്കിൽ എന്നെ കളിയാക്കിയവരോട്, എന്നോട് പറ്റില്ല എന്ന് പറഞ്ഞവരോട് എനിക്കൊരു മറുപടി കൊടുക്കണം എന്ന് എൻ്റെ മക്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴൊക്കെ പെൻഡിങ് വരും. അപ്പോൾ അത് വരാതെ നിങ്ങൾക്ക് പഠിച്ചു പോകണം എന്നാണ് ആഗ്രഹമെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജൂൺ 24 തുടങ്ങുന്ന ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ എന്തിനാണ് ഇങ്ങനെ പോകണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഓണം എക്സാം എന്ന് പറയുന്നത് ഒരു സെപ്റ്റംബർ 4th 12th ഉണ്ടാകും. അപ്പോൾ ആ സമയം ആകുമ്പോഴേക്കും നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളുടെ ഓണം പോർഷൻസൊക്കെ കഴിഞ്ഞ് അതിൻ്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് എത്തണം. അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് ശരിക്കും ഓണം എൻജോയ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓണം വെക്കേഷൻ ഒക്കെ വരും, നമ്മൾ ഓണം എൻജോയ് ചെയ്യും, പക്ഷെ അപ്പോഴേക്ക് നമ്മളിങ്ങനെ പഠിച്ച് ക്ഷീണിച്ച അവസ്ഥയിലാണെങ്കിലോ, അങ്ങനെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കഴിവുള്ള മക്കളാണ്. നമ്മൾ നേരത്തെ കുറച്ചായിട്ട് ഈ പല തുള്ളി പെരുവെള്ളം എന്നൊക്കെ പറയുന്നത് പോലെ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ മക്കൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. നമ്മളുടെ ബാച്ചിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെ കാര്യങ്ങളാണ്. റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസും, അതേപോലെ തന്നെ നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ സൊല്യൂഷൻസും, ഇതിൻ്റെ ഒക്കെ നോട്ട്സും, അതൊന്നും കൂടാതെ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ് ഉണ്ടാകും ഓരോ സമയം. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഓണം എക്സാം, നിങ്ങളുടെ സ്കൂളിൽ ഓണം എക്സാം വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്കൊരു ഓണത്തിനൊരു മോഡൽ എക്സാം പോലെ നമ്മുടെ എക്സാമിനർ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ പഠിച്ചു കഴിയും, റിവൈസ് ചെയ്യും, നമ്മളുടെ ഒരു മോഡൽ എക്സാം ഒക്കെ എഴുതിയിട്ടായിരിക്കും എൻ്റെ മക്കൾ സ്കൂളിൽ എക്സാം എഴുതാൻ പോകുന്നത്. എത്ര കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ പോകുന്നതെന്ന് ചിന്തിച്ച് നോക്കൂ. ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ സമാധാനത്തോടെ ചിരിച്ച് സന്തോഷത്തോടെ എക്സാമൊക്കെ എഴുതണം.
എന്നാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മക്കൾക്ക് നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇത്രയും വില വരുന്ന നമ്മുടെ എക്സാമിനാണ്ട് ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. ആൻഡ് ഇതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ജൂൺ 24 തുടങ്ങുന്ന നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. 5999 ആണ് നമ്മളുടെ ഫീ എന്ന് പറയുന്നത്. ഇത് മക്കളെ ഒരു സബ്ജക്റ്റോ 2 സബ്ജക്റ്റോ 3 സബ്ജക്റ്റിനോ അല്ല, ഒരു മാസത്തേക്കോ 2 മാസത്തേക്കോ അല്ല, കംപ്ലീറ്റ് ഒരു വർഷം. അതായത് നമ്മുടെ എക്സാമിനറിലെ കുട്ടികൾക്ക് ഇപ്പം 5000+ ഫുൾ A+ ഉണ്ടെന്ന് മിസ് പറഞ്ഞില്ലേ, അവർക്ക് എല്ലാവർക്കും നമ്മളിത് ഇതേപോലൊരു മൊമെൻറ്റോ അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു മൊമെൻറ്റോ നിങ്ങൾ എപ്പോഴാണോ സ്വന്തമാക്കുന്നത്, എപ്പോഴാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ A+ കിട്ടുമ്പം അല്ലേ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്നവരെ നിങ്ങൾ ഒരു പൈസ പോലും എക്സ്ട്രാ കൊടുക്കണ്ട. അതായത് നിങ്ങളുടെ 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത് ഇതിൽ ഒരു പൈസ പോലും എക്സ്ട്രാ ഇല്ല. ക്ലിയർ? അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ നമ്മളുടെ ഡേറ്റ് എന്നാണ്? ജൂൺ 24 ആണ് നമ്മളുടെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂൺ 24 മൺഡേ. ഈ ഒരു ഡേക്ക് മുൻപേ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കാം. ഫുൾ A+ ഇപ്പോൾ തന്നെ ഉറപ്പിക്കും.